ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവാണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്തിലോട്ടേക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസം അവിടെ കാണും. ഇന്ന് 13 ഡിസംബറാണ്. ഇന്ന് അവിടെ പോയിട്ട് 15 ഡിസംബറിന് നമ്മളിവിടെ എത്തും. അങ്ങനത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞങ്ങളുടെ ട്രിപ്പാണെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അമ്മയുണ്ട് എൻ്റെ കൂടെ. ടാറ്റയോ പിന്നെ ആണെങ്കിൽ എൻ്റെ കൂടെ അമ്മൂമ്മയുണ്ട്, കാണിക്കാം. എല്ലാവർക്കും ഹായ് ബൈ. അതൊക്കെയാണ്. ഇനി ഞങ്ങളിപ്പോൾ ഓട്ടോയിലാണ്. ഓട്ടോ വരണം, എന്നിട്ട് അവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറുന്നതാണ്. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഓട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് വരും. വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ അടൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുക. 4:25 ബസ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുക. ബസ് വന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങളെ ചതിച്ച് KSRTC ഞങ്ങളെ ചതിച്ച്. എന്താണെന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് ഞങ്ങളുടെ ബസ് വന്നില്ല. ഞങ്ങൾ അവരോട് വിളിച്ചു ചോദിച്ചപ്പോൾ പറയുക അത് ബസ് ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് ഇനി അത് ബസ് വരത്തില്ല, അടൂരിലോട്ടേക്ക് വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി മറ്റേ KSRTCയുടെ ഇതൊക്കെ പറയാൻ അടുത്ത് പോയി KSRTC പോലീസിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴാണെങ്കിൽ അവർ അവർ പേപ്പറിൽ കുറച്ച് കാര്യമൊക്കെ എഴുതിയിട്ട് അങ്ങനെ ഇത് വേറെ ഏതെങ്കിലും ഒരു തിരുവനന്തപുരം ബസ്സിൽ കയറിയിട്ട് ഇത് കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ട് കിട്ടിയതാണ്. തിരുവനന്തപുരത്തിലോട്ടേക്കുള്ള ബസ്സാണ്. അതിൽ കയറി കൊടുത്തു. പിന്നെ ഇപ്പോൾ കൊട്ടാരക്കര എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. കുറേ നേരം നിൽക്കുമായിരുന്നു. ഇപ്പോൾ കൊട്ടാരക്കര എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. പിന്നെ നിങ്ങളും എല്ലാം വരുവാണെങ്കിൽ ഒരു മണിക്കൂറിന് മുമ്പേ വിളിച്ച് ചോദിച്ചെല്ലാം അറിയണം, അല്ലെങ്കിൽ ഇതേപോലെ പറ്റും. അപ്പോൾ ഇനി തിരുവനന്തപുരം വരെ എത്തിയിട്ട് വേണം. പിന്നെ ഒരു അബദ്ധം പറ്റി. KSRTC പോലീസല്ല, KSRTC സ്റ്റേഷൻ മാസ്റ്റർ. കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളാണെങ്കിൽ 4 മണിയൊക്കെ ആയപ്പോൾ ബസ്സിൽ കയറിയതാണ്. ഒരു 9:30 ആയി. ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 9:30 4 മണിക്ക് ബസ്സിൽ കയറിയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തായിട്ടുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാം. പേര് ഉടുപ്പി ഹോട്ടൽ. ഞാനാണെങ്കിൽ ഒരു മസാല ദോശയും അമ്മയും നെയ്റോസ്റ്റുമാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഹോട്ടൽ റൂം എത്തിയിട്ട് കാണാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് നമ്മൾ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ ഞങ്ങളാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഭക്ഷണം കഴിക്കുകയാണ്. മസാല ദോശയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അമ്മൂമ്മയാണെങ്കിൽ നെയ്റോസ്റ്റും അമ്മയും ഒരു ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തായിട്ടുള്ള സുനിൽ വാക്സ് മ്യൂസിയത്തിൽ ഞങ്ങൾ പോകും. അപ്പോൾ കാണിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഇപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൻ്റെ പേരാണ് ഇപ്പോൾ കാണിച്ചു തരാം. ശ്രീ വെങ്കടേശ്വര ഹോട്ടൽ ഫാമിലി റെസ്റ്റോറൻ്റാണ്. വെജിറ്റേറിയനാണ് ഹോട്ടൽ. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് സുനിൽ വാക്സ് മ്യൂസിയത്തിലോട്ടേക്കാണ്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളാണെങ്കിൽ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ കഴിച്ച ഹോട്ടലിൽ നിന്ന് വളവ് തിരിഞ്ഞ് നേരെ നടന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ വഴി പറയും. പിന്നെ ആണെങ്കിൽ വരുന്ന വഴി എല്ലാ അമ്പലങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കയറി ഉള്ളിലോട്ടേക്ക്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. പിന്നെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ടൈം. 40 പ്രതിമകളുണ്ട് ഇവിടെ, എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കഥകളി അങ്ങനത്തെ ഒക്കെ ഉണ്ട്. മോഹിനിയാട്ടം, ഇത് ഏതാണ്? ചിത്ര തിരുനാള്, ബാലരാമവർമ്മ, പിന്നെ ഗാന്ധിജി നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്.
തൊടരുത്, ഇതിലൊന്നും തൊടരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും തൊടരുതെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി നല്ല രസമായിട്ടാണ് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ. ഇനി അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് അന്ന ഹസേറാണ് ഇവിടെ ഉള്ളത്. ഈ വാക്സ് പ്രതിമയിലൊന്നും തൊടരുതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാഖൻ തിരുനാൾ, രാമവർമ്മ, ഇത് പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ. ഒറിജിനൽ ഒരാളെ പോലെയാണ്, ശരിക്കും ഇവിടെ സർദാർ വല്ലഭായ് പട്ടേൽ ഉള്ള പോലെയാണ് ഇത് ഉണ്ടാക്കി വച്ചേക്കുന്നത്. പിന്നെ ജവഹർലാൽ നെഹ്റു ശരിക്കും കൊണ്ട് നിൽക്കുന്ന പോലെ നല്ല റിയാലിറ്റിയിലാണ് ഇത് ഉണ്ടാക്കി വച്ചേക്കുന്നത്. ഇത് വാക്സ് ആണെന്ന് ഒരിക്കലും കണ്ടാൽ പറയത്തില്ല. ഇവിടെ വരാം ആയില്യം തിരുനാൾ, അടുത്ത ഉത്രാടം തിരുനാൾ. ഇതാണ് അഭിനന്ദൻ വർത്തമാൻ, ഇന്ത്യൻ പൈലറ്റാണ്. എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കോവിഡ് ടൈമിൽ നമ്മുടെ സുനിൽ വാക്സ് മ്യൂസിയം ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചായിരുന്നു. പിന്നെ ഇത് പഴയതുപോലെ തന്നെ പിന്നെയും തുടങ്ങി. ഈ കോവിഡ് ടൈമിൽ നിർത്തിയായിരുന്നു. ഇത് സായിബാബ ശരിക്കും കിടക്കുകയാണെന്ന് തോന്നത്തുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ആളുടെ അടുത്ത് പോവാം. പ്രകാശ് രാജ്, ഇവിടെ ഒരാൾ കോട്ടിസീട്ട് ഇട്ടിട്ടുണ്ട്. പ്രകാശ് രാജ്, ഗോഡ്സ് ഓൺ കൺട്രി. പിന്നെ അശ്വതി തിരുനാൾ, പ്രിൻസസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബൈ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്തത് ഓക്കെ ശ്രീ രവിശങ്കർ, ഇവിടെ അടുത്ത ആളാണ് ശ്രീ രവിശങ്കർ. പത്മനാഭൻ, ഇതാരാണ്? ശ്രീനാരായണ ഗുരുദേവൻ. ഇതൊക്കെ നല്ല റിയാലിറ്റിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. പോപ്പ് ഫ്രാൻസിസ്, ഇതറിയത്തില്ല. ഉമ്മൻചാണ്ടി നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവര്. പിന്നെ മഹാരാജ് ശ്രീ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി ഉണ്ട് ഇവിടെ. ഇവരൊക്കെ നല്ല റിയാലിറ്റി പോലെയാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ അടുത്ത ആളെവിടെയാണ്? കെറി, രവീന്ദ്രനാഥ് ടാഗോർ, ഇന്ത്യൻ നാഷണൽ ആന്തം കമ്പോസ് ചെയ്ത ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. നല്ലപോലെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹെയറൊക്കെ റിയലായിട്ടാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ, ബുക്കൊക്കെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആ കൈയൊക്കെ നീട്ടിയേക്കുന്നതും കറക്റ്റ് അതേപോലെയാണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ ശ്രീ രാജാ രവിവർമ്മ, പിന്നെ ചിത്തിര തിരുനാളിനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒരു രാജാവിൻ്റെ രീതിയിൽ തന്നെ ഒരു പെയിൻറ്റിങ്ങും ചിത്രത്തിനാൾ എല്ലാം അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ, ഇതേപോലെ എന്തായാലും നല്ല രീതിയിലാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത് ഇതെല്ലാം. പിന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. ഓക്കെ, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ. അടുത്ത നമ്മുടെ മെയിനാണ് ഇന്നസെൻ്റ്. നല്ല രീതിയിൽ ആ മുണ്ണും ഷർട്ടും ആ മുഖമൊക്കെ നല്ല രീതിയിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ അത് ഇന്നസെൻ്റിനെ ഉണ്ടാക്കി വെക്കുന്നത്.
ബുർജ് ഖലീഫയാണ് അത്. ബുർജ് ഖലീഫൊക്കെ വെച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഹ്ടം, വൈസ് പ്രസിഡന്റ് ഓഫ് UAE ആണ് ഇത്. കൈയൊക്കെ വെച്ചേക്കുന്നത് എല്ലാം അതേപോലെ. ബാഹുബലി, ബാഹുബലി നമ്മുടെ പ്രഭാസിനെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബാഹുബലി. സച്ചിൻ ടെണ്ടുൽക്കർ സമ്മതിക്കുന്നുണ്ട് വെച്ചിങ്ങനെ. ഇത് കണ്ടെത്തന്നെ എടുത്തില്ല. നമ്മുടെ വിരാട് കോഹ്ലി നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നതും മരഡോണ. ഞാൻ ആദ്യം വെച്ച മൊരഡോണാണ്. മരഡോണ. ഓക്കെ, എന്താ ബോളൊക്കെ പിടിച്ച് വെച്ചേക്കുന്നു. നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സൽമാൻ ഖാൻ. ഓ സൂപ്പർ. സൽമാൻ ഖാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത കരീന കപൂർ. അടുത്ത റാണ രാഗത് ബാട്ടി. ഇവിടെ എല്ലാവരുടെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അടുത്തത് വെങ്കടേഷ്. ഓക്കെ, വെങ്കടേഷാണത്. തമിഴ്നാടനല്ല, സോറി, തെലുങ്ക് നടനാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ മമ്മൂട്ടി, സ്വന്തം മമ്മൂട്ടി. പോക്കിരി രാജയിലെ മമ്മൂട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുഖവും ഒക്കെ നല്ല രീതിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ കപാലി സ്റ്റൈൽ രജനീകാന്ത്, ഹീറോസിൻ്റെ ഹീറോ. ഇപ്പോൾ രജനീകാന്തിനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒറിജിനൽ ഫോട്ടോയുണ്ട്. ഇവിടെ മമ്മൂട്ടി, ഇവിടെ രജനീകാന്ത്. അടുത്ത നമ്മുടെ സ്വന്തം മോഹൻലാൽ, ലാലേട്ടൻ. ഇരിപ്പ് കണ്ണാടി നമ്മുടെ ലൂസിഫറിലെ ലാലേട്ടനെ പോലെ ഉണ്ടല്ലോ. ലൂസിഫറിലെ ലാലേട്ടനെ പോലെയാണ് ഇരിക്കുന്നത്. അതോളാം. യെസ്, ജയൻ. മലയാള സിനിമയിൽ എന്തായിരുന്നു? ജയനുണ്ട് ഇവിടെ. അമ്മൂമ്മയുടെ ഒക്കെ പ്രിയ നടനായിരുന്നല്ലേ. അമ്മൂമ്മയുടെ പ്രിയ നടനാണ് ജയൻ. ആക്ഷൻ ഹീറോ, മലയാളം സിനിമയുടെ ആക്ഷൻ. ഇതൊക്കെ ഇവരെയൊക്കെ കണ്ട ശരിക്കും ഒരാൾ ഇപ്പോൾ നമ്മൾ മമ്മൂട്ടിയൊക്കെ നമ്മൾ നോക്കുന്ന രീതിയിൽ നല്ല റിയാലിറ്റിയിലല്ല ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തോട്ടേക്ക് പ്രവേശിക്കാം. അടുത്തത് APJ അബ്ദുൽ കലാം. ഇവിടെ APJ അബ്ദുൽ കലാം എഴുതി വെച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോണ്ട് ഫിയർ ഫോർ ഫേസിങ് ഫെയിലർ in the first attempt, because even the successful max starts with zero only. APJ അബ്ദുൽ കലാം. ഇതിൽ നല്ല രസമുണ്ട്. മിസൈൽ മാൻ, ഇന്ത്യയുടെ മിസൈൽ മാനാണ്. ₹1 മാത്രം ശമ്പളം വാങ്ങി ദേശത്തെ സേവിച്ചാണ്. ₹1 മാത്രം ശമ്പളം വാങ്ങി തൊടാനൊന്നും പറ്റില്ല. ഈ ഹെയറും അതുണ്ടാക്കിയിരിക്കുന്നത്, ഈ ഡ്രസ്സും ഹെയറും ഒക്കെ ഒറിജിനലാണ്. പിന്നെ APJ അബ്ദുൽ കലാമാണിത്. പിന്നെ അടുത്തത് ഇതൊരു നരേന്ദ്രമോദി അല്ലേ? മോദിയാണ് പ്രൈം മിനിസ്റ്റർ. ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്ററാണ് നരേന്ദ്രമോദി. ചെറുതായിട്ടൊന്നും പാളിപ്പോയി. ബാക്കിയെല്ലാം കൊള്ളാം. ഇത് മാത്രം ചെറുതായിട്ടൊന്നും പറഞ്ഞു. ഇതാരാണ്? MG രാമചന്ദ്രൻ. കണ്ണാടിയൊക്കെ വെച്ച് നല്ല രസമുണ്ട് ഇത് ഉണ്ടാക്കിയത്. ജയലളിത. ഇതൊക്കെ ഇവരൊക്കെ കണ്ട് ശരിക്കും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പോലെ തോന്നും. ഇതാരാണ്? കോടിയേരി ബാലകൃഷ്ണൻ. അതെല്ലാവരും ഇവിടെ വെച്ചിട്ടുണ്ട്.
നല്ല രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. മാർക്ക് വാങ്ങിച്ചത് പ്രൈസ് തന്നെയാണ്. ഓ, എൻ്റെ അമ്മയ്ക്ക് പ്രൈസ് തന്നതാണ്. പിന്നെ VS അച്യുതാനന്ദൻ സഖാവാണത്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വാക്സിനേഷൻ. ഇത് കണ്ടിട്ട് ഇത്ര ഉള്ളെന്നാണ് തോന്നുന്നത്. ഇനി അങ്ങോട്ടേക്ക് വഴിയില്ല. അപ്പോൾ ഇതിവിടെ എടുത്ത് വേണം. അപ്പോൾ ഇനി ഞങ്ങൾ വെളിയിലോട്ടേക്ക് പോവാം. പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നോട്ടീസ് തന്നു, സുനിൽസ് വാക്സ് മ്യൂസിയം. ഏതൊക്കെ മോഡൽസ് ഉള്ളത്? പിന്നെ പത്മനാഭ സ്വാമി ടെമ്പിളിൽ മൊത്തത്തിൽ കൂടി 6 വരകളുണ്ട്. അപ്പോൾ ഇത് പത്മനാഭ സ്വാമി ടെമ്പിളിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പത്മനാഭ സ്വാമി ടെമ്പിളിൽ മൊത്തത്തിൽ കൂടി 6 വരകളുണ്ട്. ഇതിൽ 5 വരകൾ നമ്മുടെ തുറന്നു. അതിലാണെങ്കിൽ മൊത്തത്തിൽ സ്വർണവും ഒക്കെയാണ്. അതിലിനി 6ാമത്തെ വാതിൽ തുറന്നാൽ ഈ ലോകം അവസാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെള്ളപ്പൊക്കം കൊണ്ട് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇതുവരും തുറക്കാത്തത്. തുറക്കാൻ പറ്റിയിട്ടുമില്ല. ബാക്കിയുള്ള 5 വരയിലും മൊത്തം സ്വർണവും ഒക്കെയായിരുന്നു. സ്വർണവും വജ്രങ്ങളും ഒക്കെയാണ്. ഇതാണ് പത്മനാഭ സ്വാമി ടെമ്പിളിനെ കുറിച്ചുള്ള ഒരു തോന്നൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാക്സ് മ്യൂസിയത്തിൽ, സുനിൽസ് വാക്സ് മ്യൂസിയം. ഇത് 2019 സുനിൽസ് വാക്സ് മ്യൂസിയം തുടങ്ങിയത്. ഇപ്പോൾ കോവിഡ് ടൈമിൽ നിർത്തിയായിരുന്നു. ഇപ്പോൾ കണ്ട അത് പിന്നെയും തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തുറന്ന് 2019. പിന്നെ ആണെങ്കിൽ ഒരു അവധിയില്ല, എല്ലാ ദിവസവും ഉണ്ട് ഇവിടെ. എല്ലാ ദിവസവും സൺഡേ അങ്ങനെ അവധിയൊന്നുമില്ല. എല്ലാ ദിവസവും സുനിലുണ്ട്, സുനിൽസ് വാക്സ് മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ടേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളാണെങ്കിൽ സുനിൽ വാക്സ് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു സൈഡിലൂടെ അങ്ങ് നടന്നു പോയാൽ മതി. അപ്പോൾ ഞങ്ങളാണ് കുറേ പേരോട് ചോദിച്ചാണ് ഇവിടെ എത്തിയത്. ഇത് പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ മുമ്പിലായിട്ട് മേത്തൽമണി അടിക്കുന്ന അടുത്താണ്. ഓരോ മണിക്കൂറോളം ആടുകൾ വന്ന് കൂട്ടിയിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ടൈമില്ല, അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം വരാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളെ അതൊന്ന് കാണിക്കാം, ആ ക്ലോക്ക്. അപ്പോൾ ഇതാണ് ആ ക്ലോക്ക്, ഞാൻ പറഞ്ഞ ആ ക്ലോക്ക് ഇതാണ്. പിന്നെ ഇത് പത്മനാഭ സ്വാമി ടെമ്പിൾ, ഇതാണ് പത്മനാഭ സ്വാമി ടെമ്പിൾ. പിന്നെ ആ 3 വഴികൾ വരികയാണെങ്കിൽ നമുക്ക് സൂര്യോദയം കാണാം. ഹോളുകൾ വഴി ഇതാണ് അമ്പലത്തിലോട്ടേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അതാണ് ഞാൻ പറഞ്ഞ ക്ലോക്ക്. അവിടെ കണ്ടില്ലേ ഒരു മനുഷ്യൻ്റെ തലയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആടുകൾ ഇരിക്കുന്നത്, അതാണ് അനങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വരാനാണ് പ്ലാന്. ഇപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, കാരണം ഇപ്പം തന്നെ ടൈം ഒരുപാടായി. വൈകുന്നേരം വന്നിട്ട് കാണാനാണ്. 1 മണിക്കൂർ വീതമാണ് അത് അടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 11:30. അപ്പോൾ ഒരുപാട് നേരം ഇവിടെ ഇരിക്കേണ്ട വരും. അതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം വരാൻ പറഞ്ഞത്. ഇത് അമ്പലക്കുളം ഉണ്ട് ഇവിടെ, ക്ഷേത്രക്കുളം, പത്മനാഭ സ്വാമി ടെമ്പിൾ. പിന്നെ ഇവിടെ കാണിച്ചു തരാം. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി. കണ്ടില്ലേ? പിന്നെ കൂട്ടുകാരെ, ഞാൻ കാര്യം പറയട്ടെ. ഇന്നലെ ആണെങ്കിൽ ഞാൻ റൂമൊന്നും കാണിച്ചില്ലല്ലോ, കാരണം ഞങ്ങൾക്ക് നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ടാണ് റൂം കാണിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ ഇന്ന് അതെല്ലാം കാണിക്കുന്നതാണ്. കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളാണെങ്കിൽ മണക്കാട്ടിൽ നിന്ന് നേരെ ചാല മാർക്കറ്റിലോട്ടേക്കാണ് വന്നത്. ചാല മാർക്കറ്റ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു പ്രസാദ ഹോട്ടൽ, അവിടെ കയറിയപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ ഫ്രൈയും പിന്നെ അരിപ്പത്തിരി അതൊക്കെയാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാൻ കാണിക്കാം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞു.
അപ്പോൾ ഞങ്ങൾ കഴിച്ച ഹോട്ടൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ കഴിച്ച ഹോട്ടൽ. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. അതൊരു പടി കയറിയാൽ അവിടെ സെക്കൻഡ് ഫ്ലോർ എത്തും. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. അത്യാവശ്യം നല്ലൊരു കിച്ചണാണ്. സ്റ്റാഫിന് മാത്രം എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല വൃത്തിയും നല്ല ഫുഡാണ്. ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടായിരുന്നോ? അത് ശരിയാണ്. ഫുഡ് ഒക്കെ നല്ലതാണ്, പക്ഷെ നല്ല പൈസ കൊടുക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ ചാല മാർക്കറ്റിലൂടെ പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ചാല മാർക്കറ്റ്. അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സൈഡിലുള്ള കടയിൽ നിന്നതാണ് പിൻ മേടിക്കാൻ വേണ്ടി. ഇവിടെ പിൻ മാത്രമല്ല, കുറേ ഐറ്റംസ് ഉണ്ട്. ലോക്കുണ്ട്, പിന്നെ അത് മസാജിങ് പോലത്തെ ഐറ്റമാണ്. അതുണ്ട്. അവിടെ നൂലുണ്ട്, ബ്ലൂ ഉണ്ട്, കീ ചെയിൻസ്, അങ്ങനത്തെ കുറേ ഐറ്റം ഇവിടെ ഉണ്ട്. കണ്ണാടി, ഓക്കെ, സ്ക്രബ്ബർ, ഡൈ അടിക്കാനുള്ള ബ്രഷ്, അതറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ട് ഈ കടയിൽ. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. അങ്ങനെ ഇവിടെയൊക്കെ വരുമ്പോഴുണ്ടല്ലോ, മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ ഒരു മാർക്കറ്റില്ലേ, സണ്ണി ബസാർ, രവി ബസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓർമ്മ. അതുപോലെ ഇങ്ങനെ ഇടുങ്ങിയ വരിയും കുറേ കടകൾ അപ്പുറത്ത്. അത് ശരിയാണ് അമ്മ പറഞ്ഞത്. ഇത് നോർത്ത് ഇന്ത്യൻ കടകൾ പോലെ തന്നെയാണ്. അപ്പുറത്തും ഇപ്പുറത്തും കടകൾ, നാടുവിൽ റോഡ് അതുപോലെയാണ്. പിന്നെ ഇവിടെ പാത്രങ്ങളുണ്ട്, കുറേ പാത്രങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ഗ്യാസ് സ്റ്റവ്, വിളക്ക്, പിന്നെ അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. അടുത്ത് മുമ്പോട്ടേക്ക് നടക്കാം. ഇത് സ്വർണ്ണക്കടയാണ്. ഇവിടെ കുറേ സ്വർണ്ണക്കടകളൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത സ്റ്റോക്ക് ക്ലിയറൻസ്, ഇവിടെയൊക്കെ മൊത്തത്തെ സ്വർണ്ണക്കടയേ ഉള്ളു. അതേ രീതിയിലാണ് എല്ലാവരും വിളിക്കാറൊക്കെ ഉണ്ട്, സ്വർണ്ണം മേടിക്കുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അടുത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് കയറുന്നത്. ഇത് നോക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുറേ മാറ്റൊക്കെ ഉണ്ട്. ഇത് ടൈപ്പ് പില്ലോസ്, ബെഡ്സ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ലോറി, ഇപ്പൊ ഇവിടെ നല്ല തിരക്കാണ്. ശരിയാണ്, എപ്പോഴും ഉണ്ട് ഇവിടെ തിരക്ക്. അപ്പോൾ മൊത്തം വണ്ടികളും ആൾക്കാരും എല്ലാവരും കൂടിയാണ് പുൽക്കൂട്. അങ്ങനെ മൊത്തത്തിൽ കൂടി തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ കയറുന്ന കടകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ കയറുന്ന കടകളും ഞങ്ങൾ മേടിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. എല്ലാം കാര്യങ്ങളും കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ അത്രയ്ക്കും തിരക്കാണ്. ഈ ടൈമിലൊക്കെ വന്നാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇവിടെ പൂക്കളാണ്, മാല, പിന്നെ റോസാപ്പൂ, അല്ലാത്ത കുറേ പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ. കിട്ടാത്തതായിട്ടൊന്നുമില്ല ഈ ഒരു മാർക്കറ്റിൽ നടക്കുമ്പോൾ. ആ ശരിയാ, ഇവിടെ നടക്കുമ്പോൾ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വേറെ പൂക്കട സ്റ്റോറ്, ഇതൊക്കെ ഓരോ പൂക്കളാണ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാം തരം ഉണ്ട്. റെസ്റ്റോറൻറ്റുകൾ, പൂക്കടകൾ, സാധാരണ എല്ലാം തരം കടകളും ഉണ്ട് ഇവിടെ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളാണെങ്കിൽ വാച്ച് കടയിൽ കയറിയിട്ടുണ്ട്. വാച്ച് മേടിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വാച്ചാണെങ്കിൽ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇപ്പോൾ വാച്ചില്ല. അതുകൊണ്ട് നല്ല വാച്ച് മേടിക്കാൻ വേണ്ടിയാണ്. നേരത്തെ ഉള്ള വാച്ച് നല്ല അതിൻ്റെ ഇതൊക്കെ പൊട്ടിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ വാച്ച് നോക്കുകയാണ്. ഇവിടെ കുറേ തരം വാച്ചുകളുണ്ട്, ഈ ടൈപ്പ് വാക്കും. പിന്നെ അമ്മയുടെയും കടയിൽ പോയായിരുന്നു. അത് എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് വർക്കാവുന്നില്ല. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി കയറിയതാണ്.
ഇവിടെ വാച്ച് മാത്രമല്ല ക്ലോക്സും ഉണ്ട്, കുറേ തരം ക്ലോക്ക്, ഹൗസ് ക്ലോക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇത് മിനി ക്ലോക്ക്, ചെറുതായിട്ട് ഇങ്ങനെ വെക്കണ മിനി ക്ലോക്ക്. അത് വലിയ ക്ലോക്ക്, നമ്മുടെ വീട്ടിലൊക്കെ സാധനം വെക്കണം. കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ചാലക്കമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞ്, ചാല മാർക്കറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വെളിയിലോട്ടേക്ക് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കയറിയ വാച്ച് കടയിലെ ആളായിരുന്നു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. എന്നിട്ട് ചാലക്കമ്പലത്തിൻ്റെ അകത്തുള്ള വാച്ച് കടയിൽ ഞങ്ങൾ കയറിയില്ലായിരുന്നു. അവിടെ ഞങ്ങൾ അരമണിക്കൂറോളമൊക്കെ ഇരുന്നു. എന്നിട്ട് അയാൾക്ക് ഒരു മൈൻഡ് വരികയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് തിരിച്ച് വേറൊരു കടയിൽ കയറാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു കടയിലെത്തി. ഞങ്ങൾ ചാലക്കമ്പലം മീൻസ് ചാല മാർക്കറ്റൊക്കെ ഫുള്ളും കണ്ടു കഴിഞ്ഞിട്ട് വന്നു. ഇതിപ്പോൾ തന്നെ വേറൊരു വാച്ച് കടയുടെ അവിടേക്കാണ്, ടൈറ്റാണ്. കാണിച്ചു തരാം. ഹായ് ഹായ് ഹായ്. ഒന്ന് കാണിക്കും കുറച്ച് കളക്ഷൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട്. കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ വാച്ച് സെലക്ട് ചെയ്തു, കാണിച്ചു തരാം. വയലറ്റ് കളർ വാച്ചാണ് ഞാൻ സെലക്ട് ചെയ്തത്. പൂവിൻ്റെ പടമുള്ള വയലറ്റ് കളർ വാച്ചാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ടൈറ്റാൻസ് രാജൻ വാച്ച് ഹൗസിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. ഇവിടെ കുറേ തരം വാച്ചുകളുണ്ട്, പിന്നെ കണ്ണാടികളുമുണ്ട്. ഇവിടെ കുറേ വാച്ചുകളാണ് കണ്ണാടികളെക്കാളും ഉള്ളത്. മെറ്റൽ ടൈപ്പ് ഉണ്ട്, ഗോൾഡ് ടൈപ്പ് ഉണ്ട്, പിന്നെ അല്ലാത്ത കുറേ ടൈപ്പുണ്ട്. സ്ക്രാപ്പിൻ്റെയും പ്ലാസ്റ്റിക്കും കുറേ ഉണ്ട്. വല്ലവിടെയും കൊച്ചു പിള്ളേരുടെ ഒക്കെ താഴെയും വല്ലവിടെയൊക്കെ മേളിലുമായിട്ടാണ്. അപ്പോൾ ഇനി റൂമിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തിയേക്കാണ്. അപ്പോൾ നിങ്ങളെ ഇന്നലെ ഞാൻ റൂം കാണിച്ചില്ലല്ലോ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ റൂം കാണിക്കാം, കണ്ടോളൂ. അപ്പോൾ ഇതാണ്, ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണുള്ളത്. സെക്കൻഡ് ഫ്ലോറ് 208. ഇതാണ് ഞങ്ങളുടെ റൂം നമ്പർ. ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട്, കുറേ റൂമുകളുണ്ട്. അപ്പോൾ ഇവിടെ ബെല്ലുണ്ട്. പിന്നെ ഇതാണ്, നമുക്ക് കയറാം. പിന്നെ ഇതിനുള്ളിൽ കയറിയാൽ കാണാൻ നല്ല തണുപ്പൊക്കെയാണ്. ഇവിടെ പിന്നെ സ്മാർട്ട് ലോക്ക് ഉണ്ട്, ഇതിങ്ങനെ ഒരു ചെറുക്ക്. ഉള്ളിൽ നിന്ന് മാത്രം നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ നിന്ന് ആർക്കും തുറക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ്, ഈ കാർഡ് നമ്മൾ എടുക്കരുത്. ഈ കാർഡ് എടുത്ത് അവിടുത്തെ ഫുൾ പവറും പോവും ഈ റൂമിന്. പിന്നെ ഇത് 2 സ്വിച്ച് ഉണ്ട്. ഇത് ഫാനിൻ്റെ, ഇത് പിന്നെ ലൈറ്റിൻ്റെ, ഈ ലൈറ്റിൻ്റെ ആണ്, മറ്റേ ഫാനിൻ്റെ. പിന്നെ ഇവിടെ ഒരു ടെലിഫോണുണ്ട്. പിന്നെ ഫോൺ ഇതിലാണെങ്കിൽ റിസപ്ഷനിലോട്ടേക്ക് വിളിക്കാൻ 911 വിളിച്ച റിസപ്ഷനിലോട്ടേക്ക് കോൾ പോവും. പിന്നെ ഇവിടെ കുറച്ച് ഡ്രോയറുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഏരിയ. ആ സ്വിച്ച് എന്തിനാണ് എനിക്കല്ല അറിയത്തില്ല. പിന്നെ മറ്റേ ഫാന്, ഇതൊക്കെ ഓരോ ലൈറ്റിൻ്റെ ആണ്. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് ഇത് മറ്റേ നമ്മുടെ AC-യുടെ, ഇപ്പോൾ AC ഏറ്റവും ഹൈ സ്പീഡിലിട്ടേക്കുന്ന ഇവിടെയും ബട്ടൺസ് ഉണ്ട്. ഇത് AC-യുടെ ബട്ടണാണ്. ഇത് റിമോട്ട്, അങ്ങനത്തെ കുറച്ചായിരുന്നു. ഇവിടെ പിന്നെ ഹാങ്ങറൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ബെഡ് കാണിക്കാം. ബെഡ് മൊത്തത്തിൽ അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ബെഡ്. അത്യാവശ്യം ഒരു 2 പേർക്ക് കിടക്കാൻ പറ്റും. പിന്നെ ഇത് പുതപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് റൂം. പിന്നെ ഇവിടെ ആയിട്ട് TV ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ റൂം. പിന്നെ ഇവിടെ നമുക്ക് ഫ്രീ വൈഫൈയും കിട്ടും. കൂട്ടുകാരെ, അപ്പോൾ ഇന്നലെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടങ്ങ് ഉറങ്ങി. ഇന്ന് പിന്നെ നിങ്ങൾ രാവിലെ തന്നെ എണീറ്റിട്ട് നേരെ ഒരുങ്ങി കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ട് നേരെ ഞങ്ങൾ പോവാണ്, ഭക്ഷണം മേടിക്കാൻ പോവാണ് ഹോട്ടലിലോട്ടേക്ക്. ഞാനും അമ്മയും പോവും, മേടിച്ചുകൊണ്ട് വരും.
ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആ ഹോട്ടലിൽ എത്തിയിട്ട് കാണാം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഞങ്ങൾ മേടിച്ചത് ദോശയും ഇഡലിയുമാണ്. ഞാനും അമ്മയും ഇവിടെ നിന്ന് കഴിച്ചു. അമ്മമ്മയ്ക്ക് വേണ്ടി ഹോട്ടലിലോട്ടേക്ക് മേടിച്ചുകൊണ്ട് പോകും. ഇതിൻ്റെ പേരാണെങ്കിൽ സംസ്കൃത ഭോജനാലയം എന്നാണ്. അപ്പോൾ ഇനി ഹോട്ടലിൽ എത്തിയിട്ട് കാണാം. ഞങ്ങളാണെങ്കിൽ റൂമിലെത്തിയിട്ട് റൂമിൽ നിന്ന് നേരെ ചെക്കൗട്ട് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം ലുലു മോളിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഒരു ഊബർ വഴി ഓട്ടോയിൽ പിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ കുറേ ട്രീസൊക്കെ വെച്ചിട്ടുണ്ട്. ട്രീസും ക്രിസ്മസ് ട്രീയും അതൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കടകളും കാണിച്ചു തരാം. ഫോട്ടോ എടുക്കായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഫണ്ടൂരയിൽ പോയി. ഇപ്പോൾ ഞാൻ ഫണ്ടൂരയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഷൂട്ടിംഗ് ഗെയിമാണ്, VR ഗെയിം. പിന്നെ ഇവിടെ 2 ഫ്ലോറായിട്ടാണ് ഫണ്ടൂര ഉള്ളത്. ഒന്ന് സെക്കൻഡ് ഫ്ലോറിലാണെങ്കിൽ നോർമൽ ടൈപ്പ് ഗെയിംസും, പിന്നെ ആണെങ്കിൽ 3rd ഫ്ലോറിലാണെങ്കിൽ ഇതേപോലത്തെ VR ടൈപ്പും പിന്നെ അല്ലാത്ത കുറേ ഫിസിക്കൽ ടൈപ്പൊക്കെ ഉള്ള ഗെയിമൊക്കെയാണ് 3rd ഫ്ലോറിലുള്ളത്. ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ ഫണ്ടൂരയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ കളിച്ച വേറൊരു ഗെയിം. ഇതാണെങ്കിൽ ഞാൻ കാറാണ് എടുത്തത്. ഇത് നമ്മൾ നോർമൽ കാർ ഓടിക്കുന്ന രീതി കൊടുത്തേക്കുന്ന അതിലൊന്നും ഇരിക്കാതെ നമ്മൾ പോകണം. പിന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മോൺസ്റ്ററിനെ നമ്മൾ കൊല്ലുകയും ചെയ്യണം. അങ്ങനെയാണ് ഈ കളി വരുന്നത്. ഞാനായിട്ടാണ് ഫീൽഡായിട്ട്. കാരണം നമ്മളിപ്പോൾ മോൺസ്റ്ററിനെ കൊല്ലാനുള്ള ഐറ്റത്തിന് തൊട്ട് പുറയിലായിരിക്കും മോൺസ്റ്റർ നമ്മളെ കൊല്ലാൻ വെച്ചിട്ടുള്ള ടാപ്പൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കില്ല എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോറ്റുപോയി. കഴിഞ്ഞു. കൂട്ടുകാരെ, ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഭാഗം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല തിരക്കൊക്കെ ആയതുകൊണ്ടായിരുന്നു. ഞങ്ങൾ ഫണ്ടൂരെ നല്ലപോലെ ആഘോഷിച്ചു. പിന്നെ ആണെങ്കിൽ ചില കളികളിലൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ വീഡിയോ എടുത്ത കളികളെല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു മിനി ട്രിവാൻഡ്രം ട്രിപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ചെറിയൊരു ക്വിസ് വെച്ചോട്ടെ. ട്രിവാൻഡ്രത്തിൻ്റെ സ്പെല്ലിങ്ങിൽ നമുക്ക് 2 വാക്ക് കിട്ടും. അത് ഏതെന്നറിയാനുള്ളവർ കമൻറ്റ് ചെയ്യണേ.